റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് വരെയുള്ള ലേബർ പാർട്ടി സർക്കാരിന്റെ ബജറ്റിനെ കുറിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ചാൻസലർ റേച്ചൽ റീവ്സ് ഇന്ന് നടത്തും. NHS, സ്കൂൾ, പോലീസ്, മറ്റു പൊതു സംവിധാനങ്ങൾ എന്നിവയ്ക്കുള്ള നീക്കിയിരിപ്പാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്നത്. ഊർജ്ജം, ഗതാഗത പദ്ധതികൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 113 മില്യൺ പൗണ്ട് അധികമായി ചെലവഴിച്ചുകൊണ്ട് ബ്രിട്ടന്റെ നവീകരണത്തിനായുള്ള പദ്ധതികൾക്ക് ബുധനാഴ്ച പ്രസംഗത്തിൽ ചാൻസലർ ഊന്നൽ നൽകും. ചില സർക്കാർ വകുപ്പുകൾക്ക് അനുവദിക്കുന്ന തുകയിൽ വെട്ടിക്കുറവുകൾ വരാൻ സാധ്യതയുണ്ടെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ആരോഗ്യ പ്രതിരോധ ബജറ്റുകൾക്ക് കൂടുതൽ പണം കണ്ടെത്തണം എന്നാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ചാൻസലർ നടത്തുക എന്നാണ് കരുതപ്പെടുന്നത്. സർക്കാരിന്റെ കാലാവധി തീരുവാനുള്ള അടുത്ത വർഷത്തിലേക്കുള്ള ദൈനംദിന ചെലവുകളെക്കുറിച്ചും നിക്ഷേപ ബജറ്റുകളെക്കുറിച്ചും രൂപരേഖ ചാൻസലർ ഇന്ന് അവതരിപ്പിക്കും. വരും ദിവസങ്ങളിൽ അത് വൻ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യും. ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ UK-യിലെ മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാളികളിൽ ഭൂരിഭാഗവും ജോലി ചെയ്യുന്ന NHS-ന് എത്രമാത്രം പണം നീക്കിയിരിപ്പുണ്ടാവുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. UK-യിലെ സൂപ്പർ മാർക്കറ്റുകൾ വ്യാപകമായി വില കുറഞ്ഞ കോഴിയിറച്ചിയും ബീഫും നൽകുന്നതായി നാഷണൽ ഫാമേഴ്സ് യൂണിയൻ പറഞ്ഞു. ഓസ്ട്രേലിയ, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ് ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ. ഈ രാജ്യങ്ങളിലെ ഇത്തരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ UK-യിൽ നിന്ന് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വിൽക്കുന്നതിന് പിന്നിലെ കാരണം. ഇത്തരം ഗുണമേന്മ കുറഞ്ഞ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് UK-യിലെ കർഷകരുടെയും പൊതുജനങ്ങളുടെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന അഭിപ്രായം ശക്തമാണ്. പോളിഷ് ചിക്കൻ പോലെ ഓസ്ട്രേലിയൻ ബീഫും സാധാരണയായി UK-യിലെ മാംസത്തെക്കാൾ വ്യത്യസ്തമായ മൃഗക്ഷേമ പരിസ്ഥിതി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മോറിസൺ, അസ്ഡ തുടങ്ങിയ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത്തരം വില കുറഞ്ഞ കോഴിയിറച്ചിയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. സൂപ്പർ മാർക്കറ്റുകളുടെ ഇത്തരം നീക്കം UK-യിലെ കർഷകരോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് ഹെഡ്ഫോർഡ്ഷെയറിൽ നിന്നുള്ള ബീഫ്, ആട്, ധാന്യ കർഷകനായ സ്റ്റുവർട്ട് റോബർട്ട്സ് പറഞ്ഞു. കടുത്ത വിമർശനങ്ങൾ നേരിട്ട് UK-യിലെ സ്റ്റാറ്റ്യൂട്ടറി പാരന്റൽ ലീവ് നയം. നിലവിൽ UK-യിലെ ലീവ് സമ്പ്രദായം വികസിത രാജ്യങ്ങളിൽ വികസിപ്പിക്കുന്നതിൽ ഏറ്റവും മോശം ആണെന്നാണ് വിമൻ ആൻഡ് ഇക്വാലിറ്റി കമ്മിറ്റി വിമർശിക്കുന്നത്. 2003 അവതരിപ്പിച്ച സ്റ്റാറ്റ്യൂട്ടറി പിതൃത്വ അവധി മിക്ക പുതിയ അച്ഛന്മാർക്കും രണ്ടാമത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ദമ്പതികൾക്കും 2 ആഴ്ച വരെ മാത്രമേ അവധി നൽകുന്നുള്ളൂ. ഈ സമയത്തെ ശമ്പള പരിധി ആഴ്ചയിൽ 187.18 പൗണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ ശരാശരി വരുമാനത്തിന്റെ 90% പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ദേശീയ ജീവിത വേതനത്തിന്റെ പകുതിയിൽ താഴെയാണ്. സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികളെയും ആഴ്ചയിൽ 123 പൗണ്ടിൽ താഴെ വരുമാനമുള്ളവരെയും ഈ പാരന്റ് ലീവ് നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിലെ നയത്തിൽ നിന്ന് മാറ്റങ്ങൾ സ്വീകരിക്കണമെന്ന് വിമൻ ആൻഡ് ഇക്വാലിറ്റീസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇനി നാട്ടിലെ വാർത്തകൾ. കർണാടകയിൽ ജാതി സെൻസസ് വീണ്ടും നടത്തുവാൻ കോൺഗ്രസും ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും തമ്മിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ധാരണ. 10 വർഷം മുമ്പ് നടന്ന സെൻസസിലെ വിവരങ്ങൾ കാലഹരണപ്പെട്ടെന്നും അതിനാൽ പുതുക്കണമെന്നുമുള്ള ആവശ്യം ശക്തമായിരുന്നു. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, ഉപമുഖ്യമന്ത്രി CK ശിവകുമാർ എന്നിവരാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് കണക്കെടുപ്പ് വീണ്ടും നടത്തുവാൻ ധാരണയായത്. അതേസമയം സെൻസസ് പൂർണ്ണതോതിൽ നടത്തിയില്ലെന്നും കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും സൂചനയുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ജാതി സെൻസസ് വിഷയത്തിൽ കർണാടക സർക്കാർ എന്തു ചെയ്താലും അതിനെ പാർട്ടി പിന്തുണയ്ക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കണക്കെടുപ്പ് വീണ്ടും നടത്തുവാൻ കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചുവെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുവാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും വേണുഗോപാൽ പറഞ്ഞു. മുങ്ങിയ എൽസ-3 കപ്പലിന്റെ ഉടമയായ MSC കമ്പനി വിഴിഞ്ഞം തുറമുഖ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന്റെ സുപ്രധാന വ്യാപാര പങ്കാളികളിൽ ഒരാൾ കൂടിയാണ്. അദാനിക്ക് നടത്തിപ്പ് ചുമതലയുള്ള ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിലും ചെന്നൈയിലെ എന്നൂർ തുറമുഖത്തിലും ജനീവ ആസ്ഥാനമായ MSCക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്. MSCയുടെ കപ്പലുകൾ അദാനി തുറമുഖങ്ങളിൽ എത്തുന്നു എന്നത് മാത്രമല്ല, ഇരു കമ്പനികളും തമ്മിലുള്ള അടുപ്പത്തിന് പിന്നിലെ ചുരുക്കം. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടപ്പെട്ട കമ്പനിയായതിനാൽ MSCക്ക് പ്രവർത്തിക്കുവാൻ കേരളത്തിലെ സഹകരണം ആവശ്യമാണെന്ന് ചീഫ് സെക്രട്ടറി A ജയതിലക് എഴുതിയ കുറിപ്പിൽ പറയുന്നു. ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് കമ്പനിക്കെതിരെ തൽക്കാലം ക്രിമിനൽ കേസ് വേണ്ട എന്ന് കേന്ദ്ര സംസ്ഥാന ചർച്ചയിൽ തീരുമാനിച്ചതും. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. കേസിൽ അറസ്റ്റിലായ ജുവനൈൽ ഹോമിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികൾക്കാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇന്ന് ജാമ്യം അനുവദിച്ചത്. വിദ്യാർത്ഥികളും മാതാപിതാക്കളും അന്വേഷണവുമായി സഹകരിക്കണമെന്ന് അടക്കമുള്ള ജാമ്യവ്യവസ്ഥകളും ചുമത്തിയിട്ടുണ്ട്. മാർച്ച് ആദ്യം അറസ്റ്റിലായ കുറ്റാരോപിതരിൽ ചിലർ 90 ദിവസത്തിലധികവും ചിലർ 100 ദിവസത്തിലധികവുമായി ജുവനൈൽ ഹോമിൽ കഴിയുന്നുവെന്ന് കോടതി പറഞ്ഞു. കുറ്റാരോപിതർക്ക് ജാമ്യം അനുവദിക്കാതിരിക്കുന്നത് ബാലനീതി നിയമത്തിലെ ഉദ്ദേശശുദ്ധിക്ക് തന്നെ എതിരാണെന്ന് കോടതി വ്യക്തമാക്കി. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് ഇടയാക്കുമെന്ന് നേരത്തെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി കായിക വാർത്തകൾ. ക്രിക്കറ്റിന്റെ ചരിത്രവും ചൈതന്യവും കുടിയിരിക്കുന്ന ലണ്ടനിലെ ലോർഡ്സ് ഗ്രൗണ്ടിൽ ഇന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് കൊടിയേറും. ടീം ഇന്ത്യ ഇല്ലാത്ത ആദ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണെങ്കിലും നേർക്കുനേർ വരുന്നത് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമായതിനാൽ ത്രില്ലർ പോരാട്ടത്തിൽ കുറഞ്ഞതൊന്നും ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കാലയളവിൽ നടന്ന 12 മത്സരങ്ങളിൽ 8 ജയിച്ച് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനക്കാരായാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ എത്തുന്നത്. ഈ കാലയളവിൽ 19 മത്സരങ്ങളിൽ 13 ജയിച്ച് 2ാം സ്ഥാനക്കാരായാണ് നിലവിലെ ചാമ്പ്യന്മാരായ
ഓസ്ട്രേലിയയുടെ വരവ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മുതൽ നടക്കുന്നതാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.26 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.